Functions to find the maximum and minimum of two numbers. രണ്ട് ഫങ്ഷൻസാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ രണ്ട് നമ്പേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യും, അതിൽ മാക്സിമം നമ്പർ ഏതാണെന്ന് റിട്ടേൺ ചെയ്യും. സെക്കൻഡ് ഫംഗ്ഷൻ രണ്ട് നമ്പേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യും, അതിൽ മിനിമം ഏതാണെന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ സിയിൽ ഒരു പ്രോഗ്രാമിനകത്ത് എത്ര യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വേണമെങ്കിലും നമുക്ക് എഴുതാം. എന്നുവെച്ചാൽ മാക്സിമം ഇത്ര ഫംഗ്ഷൻസ് എഴുതാൻ പാടുള്ളൂ, അങ്ങനത്തെ റെസ്ട്രിക്ഷനൊന്നുമില്ല. അപ്പോൾ ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ മിനിമം അതിനകത്ത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടാകും, അത് മെയിനാണ്. അതിന് പുറമേ നമുക്ക് എത്ര ഫംഗ്ഷൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ രണ്ട് ഫംഗ്ഷനാണ് എഴുതുന്നത്. രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, മെയിനകത്ത് വെച്ചിട്ട് ഈ രണ്ട് ഫംഗ്ഷനെയും കോൾ ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കാം. ഞാനതിന് മാക്സ് എന്നാണ് പേര് കൊടുത്തത്. അത് മാക്സിമം ഓഫ് ടു നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷനകത്തേക്ക് മാക്സ് എന്നൊരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷനകത്തേക്ക് പോണത് എന്താണ്? അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇവിടെ രണ്ട് നമ്പേഴ്സാണ്, ടു നമ്പേഴ്സാണ് നമ്മൾ ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻറ്റിജേഴ്സായിട്ട് എടുക്കുകയാണ്. അപ്പോൾ 2 ഇൻറ്റിജേഴ്സാണ് പാസ് ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ടായിട്ട് എന്താണ് വരിക? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേൺ വാല്യൂ. ഇത് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ചെയ്ത പ്രോഗ്രാമിനകത്തേക്ക് തിരിച്ചൊരു വാല്യൂ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ചില ഫംഗ്ഷൻസ് റിട്ടേൺ ചെയ്യും, ചിലത് റിട്ടേൺ ചെയ്യില്ല. ഇവിടെ നമുക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. അതെന്താണ്? ഈ പാസ് ചെയ്ത രണ്ട് നമ്പറിൽ മാക്സിമം നമ്പർ ഏതാണ്, അതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്, അതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ പാസ് ചെയ്ത് രണ്ട് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് അവിടുന്ന് തിരിച്ച് വരുന്നതും ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഹെഡർ നോക്കുക, ഇവിടെ എഴുതിയത് അതിൻ്റെ ഇൻപുട്സ് അല്ലെങ്കിൽ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റിജേഴ്സാണ്. രണ്ട് ഇൻറ്റിജറിനും XY എന്ന് പേര് കൊടുത്തു. അപ്പോൾ നമ്മൾ വെറുതെ ഇൻറ്റിജർ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അതിന് പേര് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനകത്ത് നമ്മൾ എന്താണ് എഴുതാൻ പോണത്? നമ്മൾ പാസ് ചെയ്ത് ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സ്, അതാണ് നമ്മൾ ഇതിനകത്ത് എഴുതാൻ പോണത്. അപ്പോൾ പാസ് ചെയ്ത ആർഗ്യുമെൻറ്റ്സ് എയും ബിയും ആണെങ്കിൽ എയും ബിയും വെച്ചിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പാസ് ചെയ്ത ആർഗ്യുമെൻറ്റ് n ആണെങ്കിൽ n വെച്ചിട്ട് എന്ത് ചെയ്യണം, അതാണ് നമ്മൾ ഫംഗ്ഷനകത്ത് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് പാസ് ചെയ്തിട്ട് ആ രണ്ട് നമ്പറും വെച്ചിട്ട് എന്തോ കാര്യമാണ് ഫംഗ്ഷനകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് നമ്പറിന് നമ്മളൊരു പേരിട്ട് വിളിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റ് എക്സും ഇൻറ്റ് വൈയുമാണ് നമ്മൾ അതിനകത്തേക്ക് പാസ് ചെയ്യുന്നത്. എക്സും വൈയും പാസ് ചെയ്താൽ എക്സും വൈയും വെച്ചിട്ട് എന്ത് ചെയ്യണം, അതാണ് ഇതിനകത്ത് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഒരൊറ്റ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാം കൂടെ അങ്ങോട്ട് എഴുതിയിരിക്കുകയാണ്. റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു കണ്ടീഷണൽ എക്സ്പ്രഷനാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനാണ് ഇവാലുവേറ്റ് ചെയ്യുക. എന്താണ് ആ എക്സ്പ്രഷൻ എഴുതിയ? എഫ് എക്സസ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ റിട്ടേൺ എക്സ്, അതർവൈസ് റിട്ടേൺ വൈ. അതാണ് അതിൻ്റെ മീനിങ്. ഇതിങ്ങനെ റിട്ടേണിൽ ഒതുക്കാതെ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഫംഗ്ഷനകത്ത് എന്താ ഉണ്ടാവുക? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണു, ഇൻറ്റ് സെഡ് എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ z ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ വൈ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ് കോളൻ വൈ. അതായത് ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ ദെൻ വാല്യൂ ഓഫ് സെഡ് ഇസ് എക്സ്, അതർവൈസ് വാല്യൂ ഓഫ് സെഡ് ഇസ് വൈ. അതിനുശേഷം റിട്ടേൺ സെഡ് എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇഫ് എഴുതിയാലും മതി. ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ ദെൻ റിട്ടേൺ എക്സ് എൽസ് റിട്ടേൺ വൈ, അങ്ങനെ എഴുതിയാലും മതി. ഞാനത് കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് ഒറ്റ റിട്ടേണിൽ ഇതെല്ലാം കൂടെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ മാക്സിമം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇനി മിനിമം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇവിടെയും രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇവിടെ ഞാൻ XY തന്നെയാണ് പേര് കൊടുത്തത്. ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ വൈ ദെൻ റിട്ടേൺ എക്സ്, അതർവൈസ് റിട്ടേൺ വൈ. ഇതെല്ലാം കൂടെ ഒരു റിട്ടേണിൽ കൊടുത്തു. ഇങ്ങനെയാണ് മിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി. ഇപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ ഫംഗ്ഷനെ മെയിനകത്ത് നിന്ന് കോൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം രണ്ട് ഫംഗ്ഷനും ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമുക്കിങ്ങനെ എഴുതാം. മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്, രണ്ട് ഇൻറ്റിജേഴ്സ്. അത് റിട്ടേൺ ചെയ്യുന്നതും ഒരു ഇൻറ്റിജറാണ്. അത്രയും മാത്രമേ ഡിക്ലറേഷനിൽ പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റ് മാക്സ് ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇൻറ്റ് മാക്സ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ എന്ന് എഴുതാം, എന്തും എഴുതാം. രണ്ട് ഇൻറ്റിജേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവണം. വേരിയബിൾ നെയിമൊന്നും നമുക്ക് അവിടെ കാര്യമാക്കേണ്ട കാര്യമില്ല. ഇനി മിൻ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോകണം. രണ്ട് ഇൻറ്റിജേഴ്സാണ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇൻറ്റിജറാണ്, റിട്ടേൺ ടൈപ്പ്. ഇത്രയും ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ എഴുതണം. അതിന് താഴെയാണ് എന്തെഴുതുക? ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ഡെഫിനിഷൻ. ഇപ്പോൾ നമ്മൾ കണ്ട ഡെഫിനിഷൻ ഇവിടെ എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡെഫിനിഷൻ ഫംഗ്ഷൻ്റെ മെയിനിൻ്റെ മുകളിലും എഴുതാം കേട്ടോ. സാധാരണ നമ്മൾ താഴെയാണ് എഴുതുക. നമ്മൾ സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പോർഷൻ ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ രണ്ടിൻ്റെ ഡെഫിനിഷനും എഴുതിയിട്ടുണ്ട്. ഇനി മെയിനകത്ത് നിന്നിട്ടാണ് ഇതിനെ കോൾ ചെയ്യേണ്ടത്. മെയിനിൽ ഞാൻ 4
വേരിയബിൾസ് എടുത്തിട്ടുണ്ട്, N1 N2 ഇത് രണ്ടുമാണ് നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻപുട്ട്. ഇനി മാക്സിമം മിനിമം എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് എടുത്തിട്ടുണ്ട്. ഇതിൽ മാക്സിമവും മിനിമവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വേരിയബിൾസ് ആണ്. ഇപ്പോൾ എൻ്റെ 2 നമ്പേഴ്സിന് മെസ്സേജ് കാണിച്ചു, N1 N2 2 നമ്പേഴ്സ് റീഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഇതാണ് ഫംഗ്ഷൻ കോൾ. മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്യണത് 2 വാല്യൂസ് N1 ഉം N2 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൾ കാണുമ്പോൾ എന്താ സംഭവിക്കുക? മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പോവും. ഇവിടുത്തെ എക്സും വൈയും ആയിട്ടാണ് ഇപ്പോൾ എന്ത് വന്നത്? N1 N2. സപ്പോസ് ഞാൻ എൻ്റർ ചെയ്തത് 10 ഉം 20 എന്നായിരിക്കും. N1 10 ഉം N2 20 ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പാസ് ചെയ്തത് N1 ആണ്. ആ 10 എന്നുള്ളത് എവിടേക്ക് വരും? എക്സിലേക്ക് വരും. എക്സ് ഈക്വൽ ടു 10 ആൻഡ് വൈ ഈക്വൽ ടു 20. എന്നിട്ടാണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക, മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഇഫ് ഇവിടെ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ വൈ, 10 ഗ്രേറ്റർ ദാൻ 20 അല്ല, അല്ലെങ്കിൽ എന്താണ്? വൈ ആണ് ഇതിൻ്റെ വാല്യൂ. വൈൻ്റെ വാല്യൂ എന്താണ്? 20. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക 20 ആയിരിക്കും. ആ റിട്ടേൺ ചെയ്ത വാല്യൂ ആണ് ഇവിടെ വരിക. ഈ ഫംഗ്ഷൻ കോളിൻ്റെ പ്ലേസിൽ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ വാല്യൂ ആണ് ഈ ഫംഗ്ഷൻ കോളിൻ്റെ പ്ലേസിൽ വരിക എക്സിക്യൂഷൻ കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എന്താണ്? 20 ആണ് വന്നത്. അപ്പോൾ മാക്സിമത്തിലേക്ക് എന്ത് വയ്ക്കും? 20 വയ്ക്കും. അത് കഴിഞ്ഞ് അടുത്ത ലൈനിൽ വന്നു മിനിമം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോളാണ്. വീണ്ടും 10 ഉം 20 ഉം പാസ് ചെയ്യും. മിനിമം എന്താണ് റിട്ടേൺ ചെയ്യുക? 10 എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ പ്ലേസിൽ ഇത് കോൾ ചെയ്ത പ്ലേസിലേക്ക് 10 വരും. അപ്പോൾ മിനിമം ഈക്വൽ ടു 10 എന്ന് വന്നു. അപ്പോൾ നമ്മൾ 10 20 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഈക്വൽ ടു 20, മിനിമം ഈക്വൽ ടു 10 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം മാക്സിമം ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാക്സിമം പ്രിൻറ്റ് ചെയ്തു, മിനിമം ഈക്വൽ ടു എന്ന് പറഞ്ഞ് മിനിമം പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഈ താഴെ എഴുതിയിരിക്കുന്നതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതായത് ഫംഗ്ഷൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു. പ്രോഗ്രാമിനകത്ത് നിന്നിട്ട് നമ്മൾ 2 ഫംഗ്ഷനെയും കോൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു റിട്ടേൺ വാല്യൂ ഉള്ള ഫംഗ്ഷനാണെങ്കിൽ, എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണെങ്കിൽ നമ്മൾ അതൊരു എക്സ്പ്രഷനകത്തായിരിക്കും എഴുതുക. അതായത് ഇവിടെ മാക്സിമം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് എക്സ്പ്രഷനാണ്. ഒരു എക്സ്പ്രഷനകത്ത് എഴുതിയാലേ നമുക്കതിൻ്റെ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇതിപ്പോൾ ഈ മാക്സിമം ഈക്വൽ ടു ഒന്നും കൊടുക്കാതെ വെറുതെ മാക്സ് ഓഫ് N1, N2 എന്ന് പറഞ്ഞാൽ അവിടേക്ക് 20 എന്ന് വരും. ആ വാല്യൂ പക്ഷെ നമുക്ക് എവിടെയും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊരു അസൈൻമെൻറ്റിൽ എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പ്രിൻ്റ് ഉള്ളിൽ എഴുതാം. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രിൻ്റ് ഉള്ളിൽ ഇവിടെ മാക്സിമം എന്ന് പറഞ്ഞ വേരിയബിളാണ് കൊടുത്തത്. ഈ വേരിയബിൾ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? എനിക്ക് നേരെ ഈ ഫംഗ്ഷൻ കോളിനെ അവിടെ എഴുതിയാലും മതി. ഇവിടെ ഈ മാക്സിമത്തിന് മാറ്റിയിട്ട് ആ ഫംഗ്ഷൻ കോൾ അതേപോലെ ഇവിടെ കൊടുക്കാം. അപ്പോൾ മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു മാക്സിമം എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രിൻ്റ് ഉള്ളിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് എക്സ്പ്രഷൻ്റെ ഉള്ളിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഇവിടെ മാക്സിമം മിനിമം ആയതുകൊണ്ട് ഇപ്പോൾ വേറെ എവിടെയും നമുക്ക് കൊടുക്കാനില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വലിയൊരു എക്സ്പ്രഷൻ, അഡീഷണൽ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷനകത്തുള്ള ഒരു വേരിയബിളിന് പകരമായിട്ട്, അല്ലെങ്കിൽ ഒരു വാല്യൂവിന് പകരമായിട്ട്, ഒരു ഓപ്പറാൻഡായിട്ടൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ഫംഗ്ഷൻ കോൾ കൊടുക്കാം. എങ്ങനെയുള്ള സമയത്ത്? ഈ ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ. അതേസമയം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് വോയിഡാണ്. ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുക മാത്രമാണ് ചെയ്യുക. എക്സ്പ്രഷനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല.